ഞാനിന്നൊരു ചെറിയ ആംപ്ലിഫയറിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ ZK-PB21. ഇതാണ് ബോർഡ്. ഞാനിപ്പോൾ അതിനകത്ത് കണക്ട് ചെയ്തേക്കണത് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഒരു അഡാപ്റ്ററിന് കണക്ട് ചെയ്തതാണ്. എന്നാണ് ഇതിനകത്തേക്ക് പവർ സപ്ലൈ വന്നിരിക്കുന്നത്. അതിൽ ഒരു സബ്വൂഫറും 2 സ്പീക്കറുകളും 3 വേ സ്പീക്കറുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ പെർഫോമൻസ് നോക്കാം. ഇപ്പോൾ ഞാനതിന് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്റ്റഡാണ്. നമുക്കൊന്ന് പാട്ട് വെച്ച് നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ട് ഞാൻ നോൺ കോപ്പിറൈറ്റ് സോങ്സാണ് വെക്കണത്. As the force can take no more, stuck in this groove, I'm feeling bored. പയ്യൊന്ന് സബ്വൂഫറിൻ്റെ വോളിയം കൂട്ടാം. ഇത് മാത്രമല്ല, ഈ ആംപ്ലിഫയർ നമ്മുടെ ആപ്ലിക്കേഷൻ കൊണ്ട് സപ്പോർട്ട് ചെയ്യണ ആംപ്ലിഫയറാണ്. ആൻഡ്രോയിഡിലും ഐഫോണിലും ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഈ ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്നുണ്ട്. കേൾക്കാൻ പറ്റണ്ടാവുമല്ലോ. ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ചെറിയ അഡാപ്റ്ററിനാണ്. 19 വോൾട്ട് 3 ആംപിയറാണ് അഡാപ്റ്റർ. ഇതിന് ശരിക്കും 24 വോൾട്ട് വരെ കൊടുക്കാം. പക്ഷേ 24 വോൾട്ട് കംപ്ലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയറിൻ്റെ ലൈഫ് കുറയും. കാരണം ഒന്നുമില്ല, ഇപ്പോൾ നമ്മളൊരു ആനനെ മേടിച്ച് നമുക്ക് നോർമൽ പണിയെടുപ്പിക്കാം. അതിനെക്കൊണ്ട് തടിമില്ലിൽ എല്ലായിടത്തും കൊണ്ടുപോയി പണിയെടുപ്പിച്ചാൽ അതിൻ്റെ ആയുസ് കുറയും. അതേപോലെ തന്നെ ആംപ്ലിഫയറിനെ കൊണ്ട് നമ്മൾ നോർമലായിട്ട് പണിയെടുപ്പിച്ചാൽ അത് കാലാകാലങ്ങളോളം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തോളും. അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ അതിൻ്റെ ലൈഫ് സ്വാഭാവികമായിട്ടും കുറയും. ഇതിപ്പോൾ ഇവിടെ ഇതെല്ലാം കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈക്വലൈസർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. മാസമൊക്കെ കൊടുക്കാം.
അതുപോലെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇത് ആംപ്ലിഫയറിന് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഫോൺ നമ്പർ എന്നെ താഴെ കൊടുത്തേക്കാം.